തിരുവനന്തപുരം ജില്ലയിലെ 14 അസംബ്ലികളിൽ 2 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ്, ഒന്ന് ആറ്റിങ്ങലും ഒന്ന് ചിറയൻകീഴും. ആറ്റിങ്ങൽ മണ്ഡലം UDFന്റെ ഘടകകക്ഷിയായ RSPക്കാണ് കാലാകാലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിറയൻകീഴ് പട്ടികജാതി സംവരണ മണ്ഡലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഇതുവരെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ശ്രീ KS അജിത് കുമാർ കഴിഞ്ഞ 2016 അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ 2021 ചിറയൻകീഴ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ KPCC നയിച്ച സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ബാക്കി 2 പേരും. അപ്പോൾ ആ പ്രധാനപ്പെട്ട സംവരണ സീറ്റിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാക്കന്മാരെയും മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറാകാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തുവാനും ജയിൽവാസം അനുഭവിക്കുവാനും ഏത് പ്രതിഷേധ പരിപാടിക്കും നേതൃത്വം നൽകുന്നവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ അങ്ങനെയുള്ള ഞങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളെ ചിറയൻകീഴ് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കുമാരി രമ്യ ഹരിദാസിന് ഒട്ടനവധി അവസരങ്ങൾ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ചിറയൻകീഴ് അസംബ്ലിയിലേക്ക് അവരുടെ പേര് എത്തി നിൽക്കുകയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ പട്ടികജാതി വിഭാഗക്കാരെ അങ്ങേറ്റം അവഗണിച്ചുകൊണ്ടാണ് ഈ സീറ്റിലേക്ക് രമ്യ ഹരിദാസിന്റെ പേര് കൊണ്ടുവരുന്നത്. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ KS അജിത് കുമാർ 25 വർഷം അവിടുത്തെ ജനപ്രതിനിധിയാണ്. ഞാൻ കഴിഞ്ഞ 3 തവണയായി അവിടെ ജനപ്രതിനിധിയാണ്. ഞങ്ങളൊക്കെ അവിടെ ജനറൽ സീറ്റിലും സംവരണ സീറ്റിലും മത്സരം ജയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താണ് അവിടെ മത്സരിക്കാനുള്ള അയോഗ്യത എന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കണം. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് അങ്ങേയറ്റത്തെ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ചിറയൻകീഴ് മാത്രമല്ല നിൽക്കുന്നത്. നിങ്ങളെന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ സമുദായങ്ങളെ പൂർണ്ണമായി അവഗണിക്കുവാൻ തീരുമാനിച്ചിരിക്കുക. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ കൊടി പിടിച്ച അന്ന് മുതൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരാണ്. എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ ജനപ്രതിനിധി ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ അങ്ങ് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കുമാരി രമ്യ ഹരിദാസിന് മാത്രം സ്ഥിരം അവസരം നൽകുന്ന രീതി പ്രതിഷേധാർഹമാണ്. അദ്ദേഹം ആലത്തൂരിന്റെ MP ആയിരുന്നു. അവിടെ രണ്ടാമതും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹം അവിടെ വീണ്ടും പരാജയപ്പെട്ടു. അവരെ വീണ്ടും ചേലക്കര ബൈ ഇലക്ഷനിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തെ KPCCയുടെ ഉപാധ്യക്ഷനാക്കി, രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. അപ്പോൾ ഇതെല്ലാം ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് സംവരണം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ദളിത് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രമ്യ ഹരിദാസിനെ ഒരു കാരണവശാലും ചിറയൻകീഴിൽ കെട്ടിയിറക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് അങ്ങേറ്റത്തെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ പാർട്ടി കൂറുള്ളവരാണ്. ഞങ്ങളുടെ പ്രതിഷേധം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഇതിനു മുമ്പും രേഖാമൂലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും പുറത്തുള്ള ഒരാളെ കെട്ടിയിറക്കാൻ സാധിക്കത്തില്ല. ഇവിടെ കഴിവുള്ള ആളുകളുണ്ടല്ലോ. ഇവിടെ കഴിവുള്ള ദളിത് നേതാക്കന്മാർ ഒട്ടനവധി പേരുണ്ട്. അവരെയൊക്കെ ഏത് കാര്യത്തെയാണ് മാറ്റി നിർത്തുന്നത്? അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്തുന്നത് പ്രതിഷേധകമാണ്. ഇത് രേഖാമൂലം KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് AICCക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നമ്മുടെ പരാതി അവർ കൃത്യമായി പരിശോധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർവേ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് അവിടെ ഇല്ലായിരുന്നു. ചില ആളുകൾ അവരെ അവിടെ കെട്ടിയിറക്കിയതാണ്. അവിടെ ഇവിടുത്തെ ദളിത് നേതാക്കന്മാർ മത്സരിച്ചാൽ തമ്മിൽ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളും അവിടുത്തെ റിസൾട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തിലും പ്രതിപക്ഷത്തായിരുന്നു. എന്നിട്ട് പോലും 14,000 വോട്ടിനാണ് ഞാൻ പരാജയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പണിയെടുക്കുന്ന ഞങ്ങളെ അങ്ങ് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങ് മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയത്തില്ല.
ഇതുവരെ ആ നേതാവ് ഞങ്ങളോട് ആശയവിനിമയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് അത്തരം കാര്യങ്ങളിൽ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ നേതൃത്വം ഇങ്ങനെ ഒരു ചിന്താഗതി ആലോചിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ദളിത് നേതാക്കന്മാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അവർ പരിശോധിക്കണ്ടേ. അങ്ങനെ ഒരു കുറവില്ല. അങ്ങനെയാണെങ്കിൽ 25 വർഷം ത്രിതല പഞ്ചായത്തിൽ ജയിച്ച ആളാണ് വി. അജിത് കുമാർ. അവിടെ 3 ടേമായി ഞാനും ജനറൽ സീറ്റിലും സംവരണ സീറ്റിലും മത്സരിക്കുക. അപ്പോൾ നമുക്കുള്ള അയോഗ്യത എന്താ? അല്ലെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മനോജ് മോഹൻ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ലീന, ഇനി ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരെ ഒന്നും പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ഇത് സംവരണം ചെയ്തു? ഈ പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിന് മാത്രമാണോ എല്ലാ പദവിയും സംവരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCCയുടെ വൈസ് പ്രസിഡന്റാക്കി, രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു അവസരമില്ല. അതെ, ഇന്ന് എല്ലാ നേതാക്കന്മാർക്കും പരാതി അയച്ചിട്ടുണ്ട്. ഇതിന് 1 മാസം മുമ്പ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് രേഖാമൂലം കത്ത് കൊടുത്തിട്ട് പറഞ്ഞു പുറത്തുനിന്നുള്ള ഒരാളെ പോലും പരിഗണിക്കരുത് എന്ന്. തുടർ നടപടി നാളെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ ദളിത് നേതാക്കളുമായി ഇന്നിപ്പോ എല്ലാവരെയും ഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടു. നാളെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേരുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നേ. ഇവിടെ നിങ്ങൾ നാലിക്കുക, ഇവിടെ ഭൂരിപക്ഷമുള്ള സമുദായ അംഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രമല്ല പ്രത്യാഘാതം ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും. എന്റെ നേതൃത്വം അത് പരിശോധിക്കാത്തത്? തീർച്ചയായിട്ടും നിങ്ങൾ ചിറയൻകീഴിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ ഇപ്പോ ജാതി പറഞ്ഞ് ഞങ്ങൾ ആരെയും കൊച്ചാക്കുന്നതല്ല. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഏത് തെരഞ്ഞെടുപ്പിലും ജാതി സമവാക്യങ്ങളാണല്ലോ പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ പോലും ഇല്ലാത്ത സമുദായത്തെ എങ്ങനെ പരിഗണിക്കാൻ കഴിയുന്നേ? തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 22 വർഷക്കാലമായി തിരുവനന്തപുരം ജില്ലയിലെന്നല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരളത്തിൽ ആകമാനവും ഡീൻ കുര്യാക്കോസിന്റെ CR മഹേഷിന്റെ കമ്മിറ്റി 8 വർഷക്കാലം നീണ്ട കമ്മിറ്റിയിൽ സമര പോരാട്ടങ്ങളുമായി മുൻപിലുണ്ടായിരുന്നു. 100ന് മുകളിലുള്ള കേസുകളിൽ പ്രതിയാണ്. 2 വട്ടം ജയിൽവാസത്തിലേക്ക് പോയി. പോലീസ് ചവിട്ടി ഇടുപ്പല്ല് പൊട്ടി ആശ്രമിംസ് കോട്ടക്കലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവളാണ് ഞാൻ. അപ്പൊ നിരവധി സമര പോരാട്ടങ്ങളുമായി ഞങ്ങളെപ്പോലുള്ള പട്ടികജാതിക്കാർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മുൻനിരയിൽ ഇവിടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിലകൊള്ളുമ്പോൾ കോഴിക്കോട് നിന്നൊരു കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ തിരുവനന്തപുരത്തെ ദളിതർക്ക്, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ദളിതർക്ക് ബുദ്ധിമുട്ടുണ്ട്. നേതാക്കന്മാരുടെ ധാരണ തിരുവനന്തപുരത്തെ ദളിതരെല്ലാം ചന്ന ഭിന്നമായി പിണങ്ങി മാറി അവരവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് നേതാക്കന്മാർ തിരുത്താൻ തയ്യാറാവണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ദളിതരെല്ലാം ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ അവസരത്തിൽ നിൽക്കുന്നത്. നാളുകളിൽ നേതൃത്വം ഇത് പരിശോധിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം കണ്ടെത്തിയില്ലെങ്കിൽ വളരെ ശക്തമായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നേതാക്കന്മാരോട് പറയാനുള്ളത്. അതെ, ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരാളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പ്രസ്ഥാനം പരിഗണിച്ചു ഏതൊരു പട്ടികജാതിക്കാരനെ കൊണ്ടുവന്നാലും അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നേതൃത്വം തരുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കും. ഞാൻ 25 വർഷമായി ചിറയൻകീഴിലെ മംഗലാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും കഴിഞ്ഞ 25 വർഷമായി ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2016 തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയും മികച്ച 2 പഞ്ചായത്തുകളിൽ ലീഡ് നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഈ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ പാർട്ടി തീരുമാനിക്കണമായിരുന്നു. കോഴിക്കോട് നിന്നുള്ള ഒരാളിനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട ഒരാളിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത് പാർട്ടി ഞങ്ങളോട് കാണിക്കുന്ന അനീതിയായാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അത് ഞങ്ങളുടെ പരാതി നേതൃത്വം കേൾക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിലവിൽ ആ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഭാരവാഹിയാണ്. എൻ്റെ പേരുൾപ്പെടെ ഈ ലിസ്റ്റിലുണ്ട്. പക്ഷേ നാളിതുവരെ യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും നമുക്ക് തന്നിട്ടില്ല.
ഈ ലാസ്റ്റ് മെനിങ്ങാന്ന് നടന്ന സമരത്തിലുൾപ്പെടെ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള സമരത്തിന് സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഈ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള പ്രവർത്തനം. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൂരെന്ന് വന്ന, വടക്ക് നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവന്ന് നേതൃത്വം അത്തരത്തിലുള്ള നിലപാടുമായി പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നമ്മൾ അത് അംഗീകരിക്കില്ല എന്ന് മാത്രം പറയും.